يا رفاقي يا رفاقي يا رفاقي هو الله سيدي أحمد الكبير رفاقي يا رفاقي يا رفاقي يا رفاقي هو الله الله يا رفاقي يا رفاقي يا رفاقي هو الله سيدي أحمد الكبير رفاقي يا رفاقي يا رفاقي يا رفاقي هو الله سيدي أحمد الكبير رفاقي بحاني سبعا وقف بزعامي وتجرد للزورات كل عامي يا رفاقي يا رفاقي يا رفاقي هو الله سيدي أحمد الكبير رفاقي أنا شر الأشرار من شر كعبتي راحتي وبسطي مدامي يا رفاقي يا رفاقي يا رفاقي هو الله سيدي أحمد الكبير رفاقي من علوم العلوم درس شغلي أنا شيخ القرآن وكل إمامي يا رفاقي يا رفاقي يا رفاقي هو الله سيدي أحمد الكبير رفاقي صل يا رفاقي يا رفاقي يا رفاقي هو الله سيدي أحمد الكبير رفاقي صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم إن شاء الله ما شاء الله ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകൾ വളരെ ദൂരത്തിൽ ഇന്ന് രാവിലെ 3 മണിക്ക് തന്നെ പുറപ്പെട്ട് ഉച്ചയോടുകൂടി മാഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ, അവരെ നേതൃത്വത്തിലായി അവരെ കീഴിലായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റിഫായി റാത്തീബിൽ വെച്ച് റിഫായിൻ്റെ എല്ലാ സിൽസിലയിലും പല സിൽസിലയിലും പെട്ട എല്ലാ നിലക്കും ഇജാസത്തുള്ള വലിയൊരു സയ്യിദവറുകളാണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നത്. അൽഹംദുലില്ലാ ഈ ഭാഗത്തേക്ക് ആദ്യമാണ് നമ്മുടെ സയ്യിദവറുകൾ മാഷാ അല്ലാഹ് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ അത് ഹെമ്മാടി നമ്മുടെ മഹല്ലായത് വലിയ സന്തോഷം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നീ തങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അവിടുത്തെ ദർസ് വലിയ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ പഠിച്ച എല്ലാ മുതഅല്ലിമീങ്ങളും നല്ല ഇഖ്ലാസുള്ള, നല്ല തഖ്വയുള്ള, നല്ല അള്ളാഹുവിനെ പേടിച്ച് വറയോടുകൂടി ജീവിക്കുന്ന നല്ല മുതഅല്ലിമീങ്ങളായി നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ റാത്തീബിന് നേതൃത്വം വഹിക്കുന്ന സയ്യിദവറുകളാണ്. തങ്ങൾ പാപ്പ റാത്തീബ് തന്നെ തങ്ങളുടെ മുതഅല്ലിമീങ്ങളായി വലിയ റാത്തീബിൻ്റെ സംഘം തന്നെ തങ്ങൾക്കുണ്ട്. അതേപോലെ കുത്ത് റാത്തീബ് എന്ന് പറഞ്ഞ് ബേസന്മാർക്കെല്ലാം ഗൊന്തുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട യൂസുഫ് അലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസിന് ആദ്യ കാലഘട്ടത്തിനുണ്ട്
കുത്തുറാത്തീബെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ തങ്ങളുപ്പാപ്പ ഇപ്പോഴും ആ ഒരു സംഭവം ചെയ്യുന്ന ആളാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നീ സ്വീകരിക്കണേ റഹ്മാന്, അവിടുത്തെ മദത് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാന്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എല്ലാ വിഷയം 2-3 മുട്ടുകളുണ്ട്, നമുക്ക് ഹാദിർ മുട്ടാനുണ്ട്. അതെല്ലാം തങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ ദുആ ചെയ്തു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊട്ടനക്ക് ചൊല്ലുകൊള്ളത് മാഷാ അല്ലാഹ് റിഫായി ഷെയ്ഖിന്റെ സിൽസിലയിൽപ്പെട്ട, അവിടുത്തെ പേരക്കുട്ടികളിൽപ്പെട്ട, അവിടുത്തെ റിഫായി ത്വരീഖത്തിന്റെ മശായിഖന്മാരിൽ പെട്ട അവിടുത്തെ ആ ഒരു പേരക്കുട്ടി പുള്ളി ഞങ്ങളെ റായത്തേക്ക് വരുമ്പോ എത്ര ഭാഗ്യമുള്ളവരായ. അതുകൊണ്ട് റിഫായി ഷെയ്ഖിന്റെ നോട്ടം തീർച്ചയായും ഉണ്ടാതിൽ യാതൊരു സംശയം തന്നെ ഇല്ല. കാരണം അവിടുത്തെ മക്കളായിട്ട് ഞങ്ങൾ നേതൃത്വം വഹിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ഇഖ്ലാസിൽ നിങ്ങൾ എന്തെല്ലാം മുസീബത്തുകൾ, പ്രയാസങ്ങൾ, ഏതെല്ലാം വിഷമങ്ങളുണ്ടോ അത് മനസ്സിൽ കരുതി നീക്കറൂ. അവിടുത്തെ കറാമത്തുകളെ കൊണ്ട്, അവിടുത്തെ മദത് കൊണ്ട് എല്ലാ നിലക്കും അല്ലാഹു ഞങ്ങൾ ഹാസിലാക്കി തരും. എത്ര രോഗികളാണ് ഇന്നത്തെ കാലത്തിലെ 90% രോഗങ്ങൾ വരുന്നത് പൈശാചികമായ ശർറ് കൊണ്ട്, അതിൽ സംശയമില്ല. കാരണം പല 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 റിപ്പോർട്ടുകൾ വന്നിട്ട് ക്യാൻസറും അതേപോലെ ട്യൂമറും പല റിപ്പോർട്ടുകൾ വന്നിട്ട് പല മജ്ലിസിൽ ഞങ്ങളുടെ നേർച്ച വെച്ചപ്പോൾ, അജ്മീർ ഉപ്പാപ്പയുടെ മൗലൂദ് നേർച്ച വെച്ചപ്പോൾ, റിഫായിക്കയുടെ സദസ്സിൽ സദഖ കൊടുത്തപ്പോൾ പിന്നത്തെ റിപ്പോർട്ട് നോർമലായി ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് ഞങ്ങൾ അനുഭവിച്ചങ്ങായിട്ട് കിട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസ് കബൂലിയത്തുള്ള മജ്ലിസ്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട യൂസുഫ് അലിയുള്ളാന്റെ ഹദറത്തിൽ പോയി സമ്മതം ചോദിച്ചു വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഞാൻ തങ്ങളുപ്പാപ്പാട് ചൊന്നേ, ഞങ്ങൾ റാത്തീബ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് യൂസുഫ് അലിയുള്ളാനെ സിയാറത്താക്ക തങ്ങളുപ്പാപ്പ എന്ന് പറയുമ്പോ തങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, റാത്തീബിന് വരുമ്പം തന്നെ എന്താക്കണോ, സിയാറത്താക്കണോ. മാഷാ അല്ലാഹ്. അഷ്റഫിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് അവിടുന്ന് അഷ്റഫ് മാഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പനെ അവിടുത്തെ യൂസുഫ് അലിയുള്ളാന്റെ ഹദറത്തിൽ കൊണ്ടുപോയി സിയാറത്ത് ചെയ്താണ് തങ്ങളുപ്പാപ്പ നമ്മുടെ സദസ്സിൽ വന്നത്. അൽഹംദുലില്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാ സ്വാഗതങ്ങളും തങ്ങളുപ്പാപ്പാക്ക് നമ്മുടെ ഈ പ്രത്യേകമായ ഈ ഹെമ്മാടി ജമാഅത്തിന്റെ പരമായി, SYSന്റെ പരമായി, മൂമിനാത്തുകളുടെ എല്ലാവരുടെ വകയായും തങ്ങൾക്ക് 1000 സ്വാഗതങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിന്റെ പണി ഒരു 5% ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദ്വാർക്കണം. അതേപോലെ ഉച്ചക്ക് തങ്ങളുപ്പാപ്പനെ സൽക്കരിച്ച പേണ്ട ഹസനാക്ക, അങ്ങനെ രാത്രി അഷ്റഫ്, അങ്ങനെ എല്ലാം മാഷാ അല്ലാഹ്. അഷ്റഫിന്റെ വീട്, ആദ്യത്തെ വീട്, നല്ല പുതിയ ഒരു വീട്, അതിലേക്ക് റിഫായിന്റെ ത്വരീഖത്തിൽപ്പെട്ട ഒരു സയ്യിദ് അവറുകള് മാഷാ അല്ലാഹ് സൽക്കരിക്കാൻ കിട്ടിയ ഭാഗ്യം. നീ അതിന്റെ ആ വീട്ടിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാം ഈ വേദിയെ തങ്ങളുപ്പാപ്പാക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എന്നെല്ലാം തങ്ങളുപ്പാപ്പ കാണിച്ചതുപോലെ പറഞ്ഞതുപോലെ ആയിരിക്കും. അതുകൊണ്ട് നല്ല റാഹത്തോടെ ഇരിക്കുക. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 10 മണിയായി, 11 മണിയാകുമ്പോഴേക്കും നമുക്ക് പിരിയണോണ്ടേ. ഇങ്ങനെ അടുത്ത കണക്ക്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. മഹാനരാകുന്ന ഗൗസുൽ ആദം സുൽത്താൻ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവരെ മജ്ലിസാണ്. ഞാനിവിടെ വന്ന് ഉസ്താദുമാരുമായി സംസാരിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം. മഹാനരാകുന്ന ശൈഖ് റിഫായി തങ്ങളെ ആ ത്വരീഖിൽ വരുന്ന റിഫായി റാത്തീബ് ഇന്ന് പലയിടങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഏറ്റവും ഷറഫുറ്റ മഹത്തുക്കളിൽ നമ്മളൊക്കെ അറിഞ്ഞ മഹാനരാകുന്ന താജുശ്ശരിയ അലി കുഞ്ഞ് ഉസ്താദ് നവറല്ലാഹു മർഖദ മഹാനുഭാവൻ, അവിടുത്തെ ആ ഷറഫുറ്റ സിൽസില നമ്മളെ ഉസ്താദ്മാരുടെ കയ്യിലേക്ക് കൈമാറി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ
ആ പുസ്തകം ഒന്ന് കാണാൻ, ആ കിതാബ് ഒന്ന് കാണാൻ എനിക്ക് പൂതിയായി. ഞാൻ നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഏട്. തീർത്തും ഷറഫുള്ള മജ്ലിസാണ്. മഹാന്മാരാകുന്ന ശൈഖ് റിഫായി തങ്ങളെ ത്വരീക്കിൽ വരുന്ന അവിടുത്തെ മുരീദന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ഈ റിഫായി റാത്തീബ് എന്ന് പറയുമ്പോൾ അതിൽ ആയുധ പ്രയോഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾക്കൊരു തോന്നലാണ് ഇതെന്താ സംഭവം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ, റബ്ബിന്റെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നൊരു പ്രയാസമല്ല, ഒന്നൊരു വിഷമല്ല. അതല്ലേ മഹാനരാവുന്ന ഖാലിദ് ബിൻ വലീദ് തങ്ങൾ കൊടും വിഷം ബിസ്മി ചൊല്ലിയിട്ട് അങ്ങ് കുടിച്ചു. ഒന്നും സംഭവിച്ചില്ല. നോക്കണം, ആ കാരണം കൊണ്ടിട്ട് ഇത് കണ്ട ആളുകളിൽ നിന്ന് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഈ റിഫായി തങ്ങളെ സിൽസിലയിൽ വരുന്ന മശായിഖന്മാരാകുന്ന അവിടുത്തെ മുരീദന്മാർ ഇത്തരത്തിലുള്ള ഒരു ത്വരീഖ് നമ്മുടെ മുന്നിൽ വെച്ചതും അതിന് തന്നെയാണ്. റിഫായി തങ്ങളെ മുരീദന്മാരെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഇബ്നു ഖല്ലിക്കാൻ പറയുന്നതായിട്ട് അല്ലാമ ഇബ്നു കഥീർ അൽ ബിദായത്ത് വൻ നിഹായയിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. റിഫായി തങ്ങളെ മുരീദന്മാര് റൊട്ടി ചുടുന്ന വലിയ ചട്ടി, ഇന്ന് ഉമ്മമാർക്കൊക്കെ അത് അറിയുമെന്നറിയില്ല, പുരുഷന്മാർക്ക് അറിയാൻ കഴിയും. നമ്മുടെ ഹോട്ടലുകളിലൊക്കെ പൊറാട്ട ചുടുന്ന വലിയ ചട്ടി ഉണ്ടല്ലോ, അതുപോലത്തെ വലിയ ചട്ടിയിൽ റൊട്ടി ഹുബ്സ് ചുടും. അപ്പൊ അതിന്റെ ഒരു വശത്ത് റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുമ്പോ റിഫായി തങ്ങളെ മുരീദന്മാർ ഒരു വശത്ത് കുത്തിരിക്കും, ടേബിളും ഇരിക്കണമാതിരി. അവർക്ക് പൊള്ളൂല, അതിലൊന്നും യാതൊരു തർക്കമില്ല. ഇൻഷാ അല്ലാഹ് പൊള്ളൂല്ലേ എന്ന് ഞമ്മക്ക് ഈ മജ്ലിസ് ഒന്ന് അറിയും. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ശൈഖ് റിഫായി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തില് ഉമ്മന്റെ വയറ്റിലാകുമ്പോൾ തന്നെ ഉമ്മ തലോടുമായിരുന്നു, വയറ്റത്ത് ഇങ്ങനെ കൈ വെക്കും. അപ്പൊ അറിയാതെ ഒരു ദിവസം ചോദിച്ചു, എന്റെ വയറ്റിലുള്ള കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? നമ്മൾ അറിഞ്ഞ സംഭവമാണ്. ആ വയറ്റിൽ കൊടുക്കുന്ന കുഞ്ഞു പറഞ്ഞു, ഉമ്മ ഇത് ആൺകുട്ടിയാണ്, പേരെന്താ? അഹ്മദുൽ കബീർ. മകനോ? മകളൊന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീർ എന്ന് ചൊന്നോവാർ. നോക്കണങ്ങൾ, ഉമ്മന്റെ വയറ്റെന്ന് പറയാ. മകനോ മകളോ എന്ന് ചോദിച്ചപ്പോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോ ആൺകുട്ടിയാണ്, അഹ്മദുൽ കബീറിന്റെ പേരും അതാണ്. നോക്കണീങ്ങളെ, ശൈഖ് റിഫായി തങ്ങളെ ഗർഭം ധരിച്ചു പ്രസവിക്കുന്നതിന്റെ 40 ദിവസം മുന്നേ അവിടുത്തെ ഉമ്മന്റെ സഹോദരൻ ഉമ്മ അസയ്യിദത്തു ഫാത്തിമത്തു നജ്ജാരിയ, അൻസാരി പരമ്പരയിൽ വരുന്ന യഹ്യ നജ്ജാരി മഹാനവറുടെ പ്രിയപ്പെട്ട പുത്രി അസയ്യിദത്തു ഫാത്തിമത്തു നജ്ജാരിയ റളിയല്ലാഹു തആല അൻഹാ ശൈഖ് റിഫായി തങ്ങൾ ഗർഭം ധരിച്ചപ്പോ പ്രസവിക്കുന്നതിന്റെ 40 ദിവസം മുന്നേ അവിടുത്തെ അമ്മാവനാകുന്ന മൻസൂറുൽ ബത്താഇഹ് തങ്ങള് സാദിഖുൽ മസ്തൂഖായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യാ ജദി യാ ഹബീബി യാ റസൂലല്ലാഹ് മുത്തനബിയെ സ്വപ്നം കാണുക. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, യാ മൻസൂർ, എന്റെ പ്രിയപ്പെട്ട മോൻ മൻസൂർ, നിങ്ങളുടെ പെങ്ങൾ ഫാത്തിമ ഇന്ന് തൊട്ട് 40 ദിവസം കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. ആ കുഞ്ഞിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേര് അഹ്മദുൽ കബീർ. നോക്കാണ് നിങ്ങൾ. എന്നിട്ട് പറയാണ്, കുട്ടി.  കുട്ടി വളർന്നു വലുതായി പഠിക്കാൻ പ്രായമാകുമ്പോ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ 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 12 വയ
ഖാരിആയ ആലിമായ അലിയുൽ വാസിതി തങ്ങളെ ദർസിൽ കൊണ്ടുപോയി ചേർത്തണം. ഇതിലൊക്കെ പാടണ്ട ഉമ്മമാരെ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഹബീബായ നബി തങ്ങൾക്ക് നമ്മളെ ശരിക്കറിയാം. എന്നറിയാം, നിങ്ങളറിയാം, ഓരോരുത്തരെയും അറിയാം. അതുകൊണ്ടാ അന്ന് ബഗ്ദാദിൽ ഉമ്മാബീദയിൽ ദർസ് നടത്തുന്ന അലിയുൽ വാസിതി തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ട് അവരെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മൻസൂർ അഹ്മദുൽ കബീർ പഠിക്കാൻ പ്രായമാകുമ്പോ അവരെ നിങ്ങൾ അലിയുൽ വാസിതി തങ്ങളെ ദർസിലേക്ക് കൊണ്ടുപോയി ചേർത്തണം. ഇങ്ങനെ മുത്തുനബി പറയുന്നത്. അപ്പൊ ഈ മജ്ലിസ് അറിയുന്ന തർക്കണ്ടോ? ഇല്ല, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇതിൽ ഇരിക്കുമ്പോ അതിന്റെ പവിത്രത മനസ്സിലാക്കി നമ്മൾ ഇരിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. മഹാനരാകുന്ന സയ്യിദ് വലിയുല്ലാഹി ശൈഖ് യൂസുഫ് റളിയല്ലാഹു അൻഹു അവരുടെ ചാരത്ത് ചെന്ന് അല്പനേരം ഇരുന്നപ്പോൾ മനസ്സിന് കിട്ടിയൊരു കുളിർമ. അൽഹംദുലില്ലാഹ്. മഹാനരാകുന്ന ശൈഖ് ജീലാനി തങ്ങളെ ചരിത്രത്തിലൊരു സംഭവം കാണാം. ഗൗസുൽ ആദം റിഫായി തങ്ങളും ഗൗസുൽ ആദം ജീലാനി തങ്ങളും അടുത്ത ബന്ധമുള്ള രണ്ട് മഹത്തുക്കളാണ്. ഖാദിരിയ ത്വരീഖത്തുള്ളവർക്ക് റിഫായിലെ വദീഫകൾ കൊണ്ടടക്കാം, റിഫായിയ ത്വരീഖത്തുള്ളവർക്ക് ഖാദിരിയിലെ വദീഫകൾ കൊണ്ടടക്കാം. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് രണ്ട് കദമിലും അല്ലാഹു നമുക്കൊരു പിടുത്തം തന്നു. അല്ലാഹു മരണം വരെ കൊണ്ടു നടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് മഹാനവരുടെ ചരിത്രം, ഞാൻ അവിടെ നിന്ന് മൗലിത്താബുണ്ടോ എന്ന് ചോദിച്ച്, എവിടെ മക്ബറി ചെന്നാലും ഞാൻ മൗലിത്താബ് വാങ്ങും. അവരാ ചരിത്രം ശരിക്കുണ്ടാവുകയില്ല. അപ്പൊ ഞാൻ വായിച്ചപ്പോ അവരാ പരമ്പര എങ്ങനെ കണ്ടു. ഖാസിമുല്ലാഹി തങ്ങള് അവരെ മകൻ അങ്ങനെ വന്ന് അവസാനം മഹാനരാകുന്ന അബ്ദുർ റസാഖ് ഇബ്നു ഖുതുബുൽ അഖ്താബ് അസ്സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അൽ ഖൈലാനി അബ്ദുർ റസാഖ് തങ്ങൾ ആ പരമ്പരയിൽ. ഞാനത് പറയാനുള്ള കാരണം ശൈഖ് ജീലാനി തങ്ങളെ കറാമത്ത് പറയുന്നിടത്ത് ഒരു സംഭവം കാണാൻ കഴിയും. ഞാൻ അതും കൂടെ പറഞ്ഞ് നമുക്ക് റിഫായത്തിലേക്ക് കടക്കാം. അവരെ കാലത്ത് പല ആളുകളും എതിർത്തു. ഇവിടെ ഇപ്പൊ നമുക്കതാണ് കേൾക്കാൻ പോണ. ഒരു കറാമത്തിനെ എതിർക്കുന്ന ഒരു കാലമായി പോയി. വിമർശിക്കാം. അക്കാലത്ത് ഗൗസുൽ ആദം തങ്ങളെ സദസ്സിലേക്ക് 3 റാഫിലിയാക്കൾ വന്നു, വിദ്യാത്തിന്റെ 3 ആളുകൾ. അവരെ കയ്യില് വലിയൊരു, നിങ്ങളെന്താ അതിന് പറയാ അറിയാം, ബീപ്പക്കുറ്റി. ഞങ്ങളുടെ നാട്ടിൽ കുടം എന്ന് പറയും, വെള്ളമൊക്കെ നിറച്ചു വെക്കുന്ന വലിയ പാത്രം, ചെറുതല്ല. ഇവര് തലയിലേറ്റിട്ടാ വരുന്നത്. ശൈഖ്, ഞാൻ പറയണ ഭാഷങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഭാഷ മനസ്സിലായി. ആ പാത്രം, വലിയ പാത്രം ജീലാനി തങ്ങളെ മുന്നിൽ വെച്ചു. അത് അടച്ചു പൂട്ടിയിട്ടുണ്ട്, തുറക്കാൻ പറ്റൂല. ഇവര് വന്നിട്ട് പറയാണ്, ഓ അബ്ദുൽ ഖാദിർ, എല്ലാം അറിയാനും കാണാനും കഴിയുന്നല്ലേ വാദോ? എന്നാ ഞങ്ങളീ കൊണ്ടുവന്ന പാത്രത്തിൽ എന്താന്ന് പറയാൻ പറ്റോ? തുറക്കാൻ പറ്റൂല. ജീലാനി തങ്ങള് 3 അടി മുന്നോട്ട് വെച്ചിട്ട് അതിലൊരു പാത്രത്തിന്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞാണ്, ഒരിക്കലും പ്രതീക്ഷിക്കൂല, ആ കുഞ്ഞിനെ എഴുന്നേൽക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞിട്ട് ജീലാനി തങ്ങൾ വിളിച്ച മഹാനാണ് അവിടുത്തെ പൊന്നോമന പുത്രനാവുന്ന അബ്ദുർ റസാഖ്. അവരെ പരമ്പരയിലാണ് ആര് വരുന്നത്? ശൈഖ് യൂസുഫ് തങ്ങൾ വരുന്നത്. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ തുറക്കണം. തുറന്നു നോക്കുമ്പോ ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു അതേ പ്രകാരം ഒരു കുഞ്ഞിനെ എഴുന്നേറ്റെടുക്കാൻ കഴിയൂല. രണ്ടാമത്തെ കൂടോ പാത്രം, ആ ബീപ്പക്കുറ്റി, അതിന്റെ മുകളിലും ശൈഖ് അവറുകൾ കൈ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിലും കുഞ്ഞ് തന്നെയാണ്, പക്ഷേ ഈ കുഞ്ഞിനൊരു കുഴപ്പമില്ല, സ്വഹീഹായ രോഗമില്ലാത്ത കുഞ്ഞാണ്. മകൻ അബ്ദുർ റസാഖ് എന്നവരോട് തുറന്നു നോക്കാൻ പറഞ്ഞു. തുറന്നു. അങ്ങനെ തന്നെയുള്ളത്. നോക്കാ നിങ്ങളെ,
അതാണ് മഹാനരാകുന്ന ഖാലി മുഹമ്മദ് എന്നവർ പറഞ്ഞത്. കുടനെ കെട്ടി അവർ മുന്നിൽ വെച്ചാരെ, കുടനെ തുറക്കും മുൻ അതിനെ തിരിച്ചോവാർ. ഒരു പാത്രം അതിന്റെ മുഖം കെട്ടി മുന്നിൽ വെച്ചാരെ, അതിനെ അഴിക്കും, തുറക്കും മുന്നറ അതിനെ അഴിക്കുന്നതിന്റെ മുന്നേ അതിനെ തിരിച്ചോവാർ. ആരാണ്, എന്താണ് അതിൽ പറഞ്ഞു കൊടുത്തു നോക്കണ? തീർന്നോ? ഇല്ല. പാത്രത്തിൽ കിടക്കുന്ന എഴുന്നേറ്റ് അടക്കാൻ കഴിയാത്ത കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് കുമ്പി ഇതിനില്ല. ഓനൊന്ന് എഴുന്നേൽക്കണം, അള്ളാന്റെ സമ്മതത്തോടുകൂടെ എഴുന്നേൽക്കണം. വൻ തലിക്ക് നടന്നോളി. ആ കുഞ്ഞ് എഴുന്നേറ്റ് നടന്നുപോയി. രണ്ടാമത്തെ പാത്രത്തിലുണ്ടായിരുന്ന കുഞ്ഞ് എഴുന്നേറ്റ് പോവുക. ആ കുഞ്ഞിന്റെ മൂർത്താവരാൻ പിടിച്ചു. ഇരിക്കണം. ആ മോനായതുപോലെ നീ വികലാംഗനായി മാറണം. ആ കുഞ്ഞതുപോലെ അങ്ങനെ ആയിപ്പോയി. കുറവുള്ള പൈതലേ നന്നാക്കേയും ചെയ്തു, കുറവില്ല പൈതലേ കുറവാക്കി വിട്ടോ. കുറവുള്ള പൈതലെ നന്നാക്കി, കുറവില്ല പൈതലെ കുറവാക്കുകയും ചെയ്തു. ഇതൊരു സദസ്സിലാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ആ മജ്‌ലിസിൽ നിന്ന് ഈ സംഭവം കണ്ട് 3 ആളുകൾ മരിച്ചു എന്നാണ് അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് നമ്മൾ പിടിച്ച മഹാന്മാരുടെ ഷറഫ്. ഈ സംഭവം സാക്ഷിയാണ് ആര്? അബ്ദുറസാഖ്. ആ അബ്ദുറസാഖ് എന്നവരുടെ പരമ്പരയിലാണ് ആര് വരുന്നത്? നമ്മുടെ ഷെയ്ഖ് യൂസുഫ് തങ്ങൾ വരുന്നത്. അവരോട് പഠിച്ചതറിയോ നിങ്ങൾക്ക്? അവരോട് ഓതി പഠിച്ചതറിയോ? ഞങ്ങളുടെ നാട്ടില് പൊന്നാനിയിൽ. ഇവിടുന്ന് പൊന്നാനിയിലെ പള്ളിയിൽ വന്ന് ഓതി പഠിച്ച മഹാനാ. ചരിത്രങ്ങൾ പഠിക്കണോ? ഞാൻ ആ 10 മിനിറ്റ് അവിടെ ഇരുന്നപ്പോ ശൈഖ് അവരുടെ ചരിത്രം ഞാൻ പഠിച്ചു. ആ വായനയിൽ ഞാൻ കണ്ടു. അവരെ ഇൽമു പഠിക്കാൻ പൊന്നാനിയിലെ പള്ളിയിലേക്ക് വന്നു. ഞങ്ങളെ നാട്ടിലെ പള്ളിയാണ് പൊന്നാനിയിലെ പള്ളി. ഞാൻ അതിന്റെ വിശാലമായ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ചെറുപ്രായത്തിലെ വലിയ കറാമത്ത് കാണിച്ച മഹാൻ ഒരൊപ്പ ഖാസിം വലിയുള്ളാഹി കവരത്തിലാണ് അവർ വിശ്രമം കൊള്ളുന്നത്. അവരാണ് കേരളത്തിലേക്ക് റിഫായ റാത്തീബ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് റിഫായ റാത്തീബ് ഏറ്റവും കൂടുതൽ ദ്വീപില കാണാം. ഇവിടെ ഇല്ലാന്നല്ല, അത് പല ത്വരീഖുകളിലായി കൈമാറിപ്പോന്നു. എൻ്റെ അടുത്ത് തന്നെ 5 ത്വരീഖിലുള്ള എൻ്റെ അടുത്തുണ്ട്. ഒന്ന് മടവൂർ ഷെയ്ഖിന്റെ ഷെയ്ഖാവുന്ന ഞണ്ടാടി ഷെയ്ഖ്, അവരെ ത്വരീഖിൽ വരുന്നത്. മറ്റൊന്ന് ചാവക്കാട് ഒരു സയ്യദ്, മറ്റൊന്നിന്റെ നേരെ ഉപ്പാപ്പ ഉമ്മന്റെ ഉപ്പ ഓരോ ത്വരീഖിലുമാണ്. മറ്റൊന്ന് മദീനത്ത് ഒരു റിഫായി തങ്ങളെ പരമ്പരയിൽ വരുന്ന ഒരു സയ്യദുണ്ട്. മദീന വിടൂല എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുകയാണ്. അവരെ ത്വരീഖിലുള്ളത് 4 സിൽസില. മറ്റൊന്ന് ഖാസിം വലിയുള്ളാഹി തങ്ങൾ ഉപ്പാപ്പന്റെ പേരമക്കള് കോഴിക്കോടുള്ള സയ്യിദ് കുടുംബത്തിന് കൊടുത്തു. അവരെ ബഹുന്നരായ പകരുസ്താദ് ണവരെ ഞെണ്ടാടിയിൽ മറപ്പെട്ടവരെ അനവധി കറമത്തിനൊട്ടിയൊരേ അബൂബക്കർ ശൈഖ് വലിയുള്ളാഹ് അല്ലാഹുവിന്റെ വലിയാണവരെ ഞെണ്ടാടിയിൽ മറപ്പെട്ടവരെ അനവധി കറമത്ത് കാട്ടിയൊരേ അബൂബക്കർ ശൈഖ് വലിയുള്ളാഹ് അല്ലാഹുവിന്റെ വലിയായവരെ ജീലാനിയിൽ പിറന്നവരെ ബഗ്ദാദിൽ മറപ്പെട്ടൊലിയേ അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹുവിന്റെ വലിയായവരെ ജീലാനിയിൽ പിറന്നവരെ ബഗ്ദാദിൽ മറപ്പെട്ടൊലിയേ അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹുവിന്റെ വലിയാണവരെ പള്ളിക്കൽ
മറപ്പെട്ടവരെ അഹ്ലു ബൈത്തിൽ പെട്ടവരെ ഷാഹുൽ മുർത്തല വലിയുള്ള അല്ലാന്റെ വലിയാണവരെ പള്ളിക്കൽ മറപ്പെട്ടവരെ അഹ്ലു ബൈത്തിൽ പെട്ടവരെ ഷാഹുൽ മുർത്തല വലിയുള്ള അല്ലാന്റെ വലിയായവരെ 32 പൊന്മകനെ അല്ല മമ്പുറമിൽ മറപ്പെട്ടൊലേ സയ്യിദലവിത്തങ്ങൾ വലിയുള്ള അല്ലാന്റെ വലിയായവരെ 32 പൊന്മകനെ മമ്പുറമിൽ മറപ്പെട്ടൊലേ സയ്യിദലവിത്തങ്ങൾ വലിയുള്ള അല്ലാന്റെ വലിയായവരെ ജീലാനിയിൽ പിറന്നവരെ ബഗ്ദാദിൽ മറപ്പെട്ടൊലേ അബ്ദുൽ ഖാദിർ ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി ഇതല്ലേ ഈ സ്റ്റാൻഡ് 3 എടുക്കുക. ഇൻഷാ അല്ലാഹ് റിഫായി നമ്മുടെ റാത്തീബിൻ്റെ കബൂലിയത്താണ് തങ്ങൾ കാണിച്ചു തരുന്നത്. ചിലപ്പോൾ ഈ കത്തില കാണുമ്പോൾ പേടിക്കൊന്നുമില്ല, വലിയ വിഷയമൊന്നും കാണിക്കൂല. ഇവിടെ ഇപ്പോൾ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ കറാമത്തുകൾ ഇവിടെ കാണിച്ചു തരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ ഹുദൂറ് അവരുടെ മദദ് നമ്മൾക്കുണ്ട് എന്നതിന് ഉറപ്പാണ്. അള്ളാഹു നമ്മൾക്കത് നിലനിർത്തി തരുമാറാകട്ടെ. ചെയ്തവர்களுടെ സിൽസിലയിൽപ്പെട്ട് നമുക്കത് പൂർണ്ണമായും കൊണ്ടെടുക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകണേ റഹ്മാൻ. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നിങ്ങൾക്കെല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പേടിയാണ്. അപ്പം അതുകൊണ്ട് തങ്ങൾ ഉപ്പാപ്പ നമുക്ക് കാണിച്ചു തരും. അത് വലിയ കാവലാണ്. അതൊന്ന് ഇജാസത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ കൊണ്ടെടുക്കുന്ന പോലെ ഇഖ്ലാസോടെ തഖ്വയോടെ കൊണ്ടുനടന്നാൽ പിന്നെ പാമ്പിൻ്റെ വിഷം താട്ടൂല, തീ കൊണ്ടാൽ പൊള്ളൂല, കത്തിയിൽ ആരും കുത്തിയാ പിന്നെ മുറിവേൽക്കില്ല. അങ്ങനെയുള്ള കുറേ അത്ഭുതങ്ങളാണ് റിഫായിലുള്ളത്. അള്ളാഹുവെ ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഹോ അല്ലാഹ് 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 ഹോ مجلس الحاضرون الله حاضرون حاضرون في مجلس الحاضرون حاضرون حاضرون أبو بكر حاضرون
مجلس الحاضرون حاضرون حاضرون علي حاضرون 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 مجلس الحاضرون حاضرون حاضرون جبريل حاضرون 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 مجلس الحاضرون حاضرون حاضرون ميكائيل حاضرون 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 مجلس الحاضرون حاضرون حاضرون إسرافيل حاضرون 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 مجلس حاضرون 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 عزرائيل حاضرون 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 مجلس حاضرون 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 محي الدين حاضرون 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 مجلس الحاضرون حاضرون حاضرون رفاعي حاضرون 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 مجلس الحاضرون حاضرون حاضرون علوي حاضرون 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 مجلس الحاضرون حاضرون حاضرون صادولي حاضرون 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 مجلس الحاضرون حاضرون حاضرون عربي حاضرون 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 مجلس الحاضرون حاضرون حاضرون علوان حاضرون 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 مجلس حاضرون 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 بدوي حاضرون 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 مجلس الحاضرون حاضرون حاضرون بصري حاضرون 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 مجلس الحاضرون حاضرون حاضرون رفاعي شيخي حاضرون 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 مجلس الحاضرون حاضرون حاضرون حسن حاضرون 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 مجلس الحاضرون حاضرون حاضرون حسين حاضرون 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 مجلس الحاضرون حاضرون حاضرون محي الدين شيخي حاضرون 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 مجلس الحاضرون حاضرون حاضرون رفاعي شيخي حاضرون 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 مجلس الحاضرون حاضرون حاضرون سيدي اسماعيل حاضرون 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 مجلس الحاضرون حاضرون حاضرون سيد يوسف حاضرون 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 مجلس الحاضرون حاضرون حاضرون شيخ مخيم حاضرون 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 مجلس الحاضرون حاضرون حاضرون مخي الدين حاضرون 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 مجلس الحاضرون حاضرون حاضرون رفاعي 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 حاضرون 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 مجلس الحاضرون حاضرون حاضرون مجلس الحاضرون حاضرون حاضرون وهي الدين حاضرون 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 رفاعي شيخي حاضرون 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 رفاعي شيخي حاضرون 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 مجلس الحاضرون حاضرون
في مجلس حاضرون 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 رفاعي شيخ حاضرون 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 في مجلس الحاضرون حاضرون حاضرون رفاعي شيخ حاضرون 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 في مجلس الحاضرون حاضرون حاضرون رفاعي شيخ حاضرون 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 في مجلس الحاضرون حاضرون حاضرون سيد يوسف حاضرون 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 في مجلس الحاضرون حاضرون حاضرون سيد يوسف حاضرون 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 في مجلس الحاضرون حاضرون حاضرون محي الدين حاضرون 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 في مجلس الحاضرون حاضرون 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 في مجلس الحاضرون حاضرون حاضرون محي الدين حاضرون حاضرون في مجلس الحاضرون حاضرون حاضرون رفاعي حاضرون حاضرون في مجلس الحاضرون حاضرون حاضرون في مجلس الحاضرون حاضرون رفاعي حاضرون 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 رفاعي حاضرون شيل الله يا عبد القادر شيل الله شيل الله محي الدين في قلبي حاضر شيل الله يا شفاعي شيل الله يا عبد القادر شيل الله شيل الله محي الدين في قلبي حاضر شيل الله يا رفاعي أشرق القطب الكبير أغناه الله القدير باسمه نادى الفقير شيخي أحمد الكبير شيل الله يا عبد القادر شيل الله يا شيل الله محي الدين في قلبي حاضر شيل الله يا رفاعي أنت غوث العارفين أنت قطب الواصلين زين العابدين أنت أحمد الكبير شيل الله يا شيل القادر شيل الله شيل الله الله محي الدين في قلبي حاضر شيل الله يا رفاعي أنت لاهي والأناس أنت نافي واللقاس أنت لاهي واللباس قطبي أحمد الكبير شيل الله يا عبد القادر شيل الله شيل الله الله في القلب حاضر شيل الله يا رفاعي الله أنت المسمى رفاعي اطفئ صوم الأفاعي أنت عزي وارتفاعي غوثي أحمد الكبير شيل الله يا عبد القادر شيل الله شيل الله الله محي الدين قلبي حاضر شيل الله يا رفاعي أنت مخميد لناري أنت معشوق أنت سائر البحار سيدي أحمد الكبير شيل الله يا عبد القادر شيل الله شيل الله الله محي الدين في قلبي حاضر شيل الله رفاعي شيل الله يا عبد القادر شيل الله شيل الله الله محي الدين في قلبي
عبد القادر شيل الله يا سيف الله الله محي الدين في قلبي حاضر شيل الله يا رفاعي أنت منبع الحقائق أنت معدن الدقائق أنت منجي الخلائق فخري أحمد الكبير شيل الله يا عبد القادر شيل الله شيل الله الله محي الدين في قلبي حاضر شيل الله يا رفاعي مسرع رعي الولاية لله يا رفاعي المدد يا هيدروسي حاضري يا رفاعي مسرع رعي الولاية حاضري يا محي الدين المدد يا هيدروسي حاضري يا رفاعي مسرع رعي الولاية حاضري يا محي الدين المدد يا هيدروسي حاضري يا رفاعي مسرع رعي الولاية حاضري يا محي الدين المدد يا هيدروسي حاضري يا رفاعي أنت حصيل المرادات أنت كافي يا المهمات أنت دافع البليات ذخري أحمد الكبير شيل الله يا عبد القادر شيل الله شيل الله الله محي الدين في قلبي حاضر شيل الله يا رفاعي رقوكم يشفي البرايا شوقي أحمد الكبير شيل الله يا عبد القادر شيل الله شيل الله الله محي الدين في قلبي حاضر شيل الله يا رفاعي الله 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 سرور القلب حب الله وأنس النفس ذكر الله ألا يا أولياء الله تعالوا نذكر اسم الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله تزود يا أخي التقوى وخير الزاد تقوى الله ونعم الزاد من يخذو به يظفر أمان الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بذكر الله وقرآن يفوز العبد عند الله وأنتم يا أولي الأبصار صراط القوم حزب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وأنتم بثناء لله فما أحلى ثناء الله وفرتم بالمنى طبتم لكم طوبى وبشر الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلى الله الذي يبقى أنيبوا يا عباد الله وتوبوا أيها الإخوان إلى الرحمن جل الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله منعم بر إله واحد الله كريم منعم بر إله واحد الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على
حبيب الله بما ترضى ووفقنا بتقوى الله وبعدنا من النيران وقربنا نعيم الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وسلمنا بما يجري له دهر قضاء الله نبي مرسل مبعوث يوحى كلام الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു ഖദമിൽ മരണം വരെ നിലനിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ദുആയിലേക്ക് അടുക്കില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ച ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. റിഫായിയാക്കൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളെ കൽബിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ശരീരത്തിൽ തട്ടുന്നത് അറിയണ്ടേ, വേണ്ടേ? അത് സംഭവമില്ല. അപ്പം ഞാൻ മോനെ കവിള് കുത്തി നിർത്താൻ നിൽക്കുകയാണ്. അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാതും കുത്തണമെന്ന്. അതുകൊണ്ട് ഞാൻ കുത്തി കൊടുത്താണ്. അതങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ കുത്തണ അറിയണ്ടേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനത്തെ ഒരു വിഷയമുള്ള കാര്യമില്ല. ഇത് അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് കൊടുക്കുന്ന ഒരു ഫളില. അത് ജീലാനി തങ്ങളുടെയും റിഫായി തങ്ങളുടെയും അല്ലാഹു നമ്മളിലൂടെ അത് കാണിക്കുന്നു. നമ്മളൊന്നായിട്ടല്ല, അത് ഏതൊരാൾ കൂടിയും കാണിക്കും. നിങ്ങളെ കൂടെ ഒക്കെ കാണിക്കാൻ പറ്റും. അത് അവരെ മതതാണ്. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഇതാണ് പറഞ്ഞത്, നമ്മുടെ ദീന് സത്യമാണ്, നമ്മളെ ദീനെ ഹക്കാ. തീയിലിട്ട നരകത്തിൽ വീണ നമ്മൾ കരിഞ്ഞു പോകൂല, വീയൂല്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാന് ഈ ഒരു തരീഖത്ത് സ്വീകരിച്ചതിന്റെ ശേഷം എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതമായിരുന്നു. നമ്മൾ ഇതിങ്ങനെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഇത് നമുക്ക് അനുഭവപ്പെടണ്ടേ? ഒരു പൊള്ളലോ അല്ലെങ്കിൽ അത് ഈ മജ്ലിസ് അല്ലാത്ത സമയത്ത് നമുക്ക് പൊള്ളുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് മരണം വരെ കൊണ്ടടക്കാനും ഇന്ന് അതിലെ കഥമുറപ്പിച്ചവരാണ് നിങ്ങളെ പള്ളിയിലെ ഉസ്താദുമാർ. ആ ഉസ്താദുമാര് പറയുന്നത് കേട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. വരുന്ന വിരിയല്ലേ എന്തുണ്ടോ? അപ്പം ഇൻഷാ അല്ലാഹ് തങ്ങൾ ദ്വാരക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങോട്ട് വരില്ലേ? തങ്ങളവിടെ നിൽക്കാല മുമ്പിലിരുന്നിട്ട് ഇൻഷാ അല്ലാഹ് ദ്വാരക്കും. പിന്നെ തേന് തങ്ങൾ ഉപ്പാപ്പ ഇൻഷാ അല്ലാഹ് വന്നിട്ട് ആ തേന് പെട്ടെന്ന് കൊടുന്നാൽ നമുക്ക് പെട്ടെന്ന് മജ്ലിസ് തീർക്കണം. സൗണ്ട് പുറത്തൊന്നും വേണ്ട, കുറച്ചല്ലേ ഇല്ലേ? അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടാവാതെ സൗണ്ട് നിങ്ങൾ നോക്കണം. പെട്ടെന്ന് തീർവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ മന്ത്രിച്ച തേന് ഒരു 50 കുപ്പി മാത്രമേ ഉള്ളൂ. വേണ്ടിയവർ ഏലം ഒന്നും വിളിക്കുന്നില്ല, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു തുക പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എടുക്കുക. റിഫായി ത്വരീഖത്തിലുള്ള മഹാന്മാർ മന്ത്രിച്ച തേന് എല്ലാ രോഗത്തിനും ശമനമാണ്. ഇവിടെ ചിക്കമംഗളൂരിൽ പറഞ്ഞല്ലോ, ആ കുഞ്ഞ് 2 വർഷമായി എഴുന്നേറ്റ് നിൽക്കാതെ കുഞ്ഞ് ഈ തേൻ അവിടെ മന്ത്രിച്ചു കൊടുത്തപ്പോൾ മാഷാ അല്ലാഹ് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഫോൺ വന്ന സന്തോഷ വാർത്ത ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വേഗം കൊണ്ടുവരണം.
അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് നല്ലവണ്ണം റിഫായി റാത്തീബ് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വേണം, എന്നെങ്കിലേ അവർ റാത്തീബ് പൂർത്തിയാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാ തങ്ങളുപ്പാപ്പൻ്റെ ഒരു സിൽസില തങ്ങൾ പറഞ്ഞത് ദിക്ർ മാത്രം 4 മണിക്കൂർ. എത്ര ദിക്ർ മാത്രം 4 ചില്ലറ മണിക്കൂർ, പിന്നെ ദഫ്. അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാ തേന് ആ തേനെല്ലാം കറക്റ്റ് നോക്കി പെട്ടെന്ന് ഇൻഷാ അള്ളാ ഒരു എമൗണ്ട് തങ്ങൾ തന്നെ പറഞ്ഞാൽ കൊണ്ടുപോട്ടെ. ഇത് വലുത് ഇൻഷാ അല്ലാ 300 റുപ്യ വണ്ടിയോടെല്ലാം പെട്ടെന്ന് വാങ്ങിപ്പോവാ, വലിയ ഫലം ഉണ്ടാവും. ഇവിടെ പെട്ടെന്ന് വന്നവർക്ക് കിട്ടും. 50 കുപ്പിയേ ഉള്ളൂ, 56 കുപ്പി മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാ 300 റുപ്യ തങ്ങൾ ഉപ്പാപ്പൻ്റെ കൈ കൊണ്ട് ഇൻഷാ അല്ലാ എല്ലാം ഒന്ന് മൂടി ഒന്ന് പെട്ടെന്ന് തുറന്ന് കൊടുക്കുക. അപ്പോൾ അവർ വാങ്ങുന്നവരെല്ലാം പേര് എഴുതി വെക്കുക. ഇൻഷാ അല്ലാ അതൊന്ന് പെട്ടെന്ന് എടുത്തിട്ട് അവിടെ കൊടുക്കുക. ഇൻഷാ അല്ലാ വേം വന്നാൽ നമുക്കിത് തീർക്കാം. പിന്നെ കുറച്ച് ഏലമുണ്ട്, അത് പെട്ടെന്ന് കഴിച്ചാൽ ചെറിയ കുപ്പി, വലിയ കുപ്പിയുണ്ട്. വലിയ കുപ്പി അവർക്ക് 756 700 റുപ്യ തന്നാൽ മതി. 700 റുപ്യൻ്റെ കുപ്പിയുണ്ട് ഇൻഷാ അല്ലാ. ശരിയതെല്ലാം 300 റുപ്യക്ക് ഇൻഷാ അല്ലാ. പേര് കൃത്യമായി എഴുതുക. നാളെ തന്നെ അതിൻ്റെ ആ എമൗണ്ട് ആളുകൾക്ക് എത്തിച്ചവർ ടിക്ക് ഇടണം. കാരണം നാളെ അത് എന്താക്കണ്ട, അവരോട് ചോദിക്കാനൊന്നും പോകണ്ട. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു വലിയ ബർക്കത്തുള്ള മജ്ലിസ് ആക്കട്ടെ. ആ കറാമത്തുകളെല്ലാം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് വലിയ ഒരു കുപ്പി നമ്മളെ കാക്കാൻ വരട്ടെ. നമ്മളെ അമ്മോഷൻ ഭാര്യ മുച്ച ശരിയാ. ഇത് ഒന്ന് വന്നിരിച്ചു ചെറിയ കുപ്പിയാണ്. ആ മൂട് കറക്റ്റ് കൊടുക്കണം. ഒരു മൂടില്ലാതെ എടുത്തോ. ആന്നല്ല അപ്പൊ വേറെ അതിന്റെ മൂട് വേറെ അതവിടെ ചേഞ്ച് ചെയ്യാൻ ശരി. ഇതിന്റെ മൂട് കറക്റ്റ് കൊടുക്കണം. പിന്നെ റിപ്പോർട്ട് വന്ന് തങ്ങളിപ്പോൾ ഒരു പെണ്ണുങ്ങൾ തൈറോയിഡിൽ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ് ഇപ്പം നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ എന്നാൽ പേടിപ്പിച്ചുണ്ട്. അതെല്ലാം ഒന്ന് ഷിഫായി കിട്ടണം. ഇൻഷാ അല്ലാ വേണോ? ബെമ്മയെടുക്കാം. ഇവിടെ ഇപ്പോൾ സാരോട് അതോടെ വേറെ ആൾ അത് പറഞ്ഞു വന്നിരിച്ച് ചിലപ്പോൾ പല ഉദ്ദേശങ്ങളുണ്ടാവും. ഇൻഷാ അല്ലാ അതിൽ ബെമ്മയും കൊണ്ടുവന്നു. ഇൻഷാ അല്ലാ തേനിൽ ശിഫയുണ്ട്. ഖുർആൻ വാരിക്കോസ് തൈറോയിഡിലുള്ള ഒരു പെണ്ണുങ്ങൾ എല്ലാവർക്കും ഇവിടെ അത് ഉദ്ദേശം പറഞ്ഞ പറഞ്ഞു. ഇൻഷാ അല്ലാ ആരും പോകരുത്. ദുആയുണ്ട്, ചീരണിയുണ്ട്. ചീരണി കൊടുത്തിട്ടായ കഴിഞ്ഞ ചീരണിയെല്ലാം ചീരണി കിട്ടിയാ പോകരുത്. ദുആയുണ്ട്. അൽ ബറക്കത്തു ബി ഖാതിമത്തി എന്ന് പറഞ്ഞ പോലെ അവസാനമാണ് അതിന്റെ ബർക്കത്തെല്ലാം കിട്ടുക. അതുകൊണ്ട് പെട്ടെന്ന് ഇൻഷാ അല്ലാ നിർത്തും. ദുആ തേനെടുത്ത വെള്ളം ഇൻഷാ അല്ലാ ബേം
പറഞ്ഞോളൂ. ഇൻഷാ അല്ലാഹ് പലരും പല ഉദ്ദേശം വെച്ച് ദുആ ഏൽപ്പിച്ചവരുണ്ട്. പലരും കുറേ ആളുകൾ മെസ്സേജിൽ ദുആ ഏൽപ്പിച്ച പല ഉദ്ദേശങ്ങളുണ്ട്. എല്ലാ ഉദ്ദേശങ്ങളും ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉപ്പാപ്പോടെ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ഉപ്പാപ്പ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്യും. അതുകൊണ്ട് ആരും പോകരുത്. ദുആ മഞ്ഞപ്പിത്ത രോഗം വന്ന് സീരിയസിലുണ്ടാകും. തേന ഒരു കൊടുക്ക നമ്മളെ ശേഖരിക്കും. മഞ്ഞപ്പിത്ത രോഗം വന്ന് വളരെയേറെ നമ്മളെ ബഡാക്കര സെയ്ദ് എന്ന് പറഞ്ഞുള്ള ദുആ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ പാപ ദുആർക്കും. അങ്ങനെ പലരും മക്കളെ വിഷയത്തിൽ കല്യാണം ശരിയാകാൻ ഏത് അതിന് 300 പെട്ടെന്ന് വന്നിരിപ്പിക്കുക. കുറേ ആൾ വരുമ്പോൾ ദുആക്ക് ആരും ഇരിക്കാതെ പോകരുത്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എല്ലാം ഒന്നിച്ച് പിടിച്ച് വന്നിരിപ്പിക്കും. ഓരോന്ന് വന്നിരിക്കേണ്ടതാ. അവിടെ ഒരു ഊത്ത് കിട്ടിയാൽ മതി. അതല്ലേ അവരെപ്പോഴും ദിക്റിലും എന്താണ് അവിടെ പൈസ കൊടുക്കുക. അവിടെ ഉച്ചഭക്ഷണം കഴിച്ച അവിടുത്തെ ഉമ്മാന്റെ കാൽവേദന തീരാനായി ഇൻഷാ അല്ലാഹ് ദുആക്ക് എടുത്തോ. താഴെയുണ്ട് ഇതായിരിക്കാം. വന്നിരിച്ചോ അതവിടെ അതുകൊണ്ട് കൊടു. കിട്ടിയവരെല്ലാം സദസ്സിൽ പോയിരിക്കുക. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നു. തങ്ങൾ ദുആർക്കും. ഇൻഷാ അല്ലാഹ് ഇത്ര നേരം കണ്ടിട്ട് ദുആ മജ്ലിസ് ആവേണ്ട ആറ് പോണ്ട. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് തങ്ങളെ ദുആ വേണ്ട ആറും പോണ്ട. ഇത്ര നേരം ആയിട്ട് ഇൻഷാ അല്ലാഹ് ಬೇಗ ഇൻഷാ അല്ലാഹ് ദുആത്തെ മജ്ലിസ് കിടക്കട. എല്ലാവരും നിന്നിട്ട് മജ്ലിസിൽ വെച്ചിട്ട് സഹകരിക്കൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ബൈത്ത് പാടി ഒരു ബൈത്ത് പഴയ അറബിക്കടലിന്റെ തീരത്ത് വെളിയങ്കോടെന്ന ദേശത്ത് ഒരു പുണ്യവലിയുള്ള ഉറങ്ങുന്നു. അവരുടെ പേര് ഉമർ ഖാലി. അറബിക്കടലിന്റെ തീരത്ത് വെളിയങ്കോടെന്ന ദേശത്ത് ഒരു പുണ്യവലിയുള്ള ഉറങ്ങുന്നു. അവരുടെ പേര് ഉമർ ഖാലി. അറബിക്കടലിന്റെ തീരത്ത് വെളിയങ്കോടെന്ന ദേശത്ത് ഒരു പുണ്യവലിയുള്ള ഉറങ്ങുന്നു. അവരുടെ പേര് ഉമർ ഖാലി.
അല്ലാന്റെ ഭൂമിക്ക് നികുതിയില്ല, അല്ലാന്റെ ഭൂമിക്ക് നികുതിയില്ല. വെള്ളക്കാരിൽ ഓതി ഞാൻ തരില്ല, വെള്ളക്കാരിൽ ഓതി ഞാൻ തരില്ല. അന്നേരം കാളിയെ അവരിറക്കി ജയിലിൻ്റെ ഉള്ളിൽ അവർ പൂട്ടി, താഴിട്ട് പൂട്ടിയ ജയിലിൽ നിന്നോ, താഴിട്ട് പൂട്ടിയ ജയിലിൽ നിന്നോ. സുബഹ്ക്ക് വെളിയങ്കൂടവരും വന്നു, സുബഹ്ക്ക് വെളിയങ്കൂടവരും വന്നു. ഇങ്ങനെ കാളി പുറത്ത് വന്നു, ഇത് കണ്ട് പട്ടാളം തരിച്ചു നിന്നു. അറബിക്കടലിന്റെ തീരത്ത് വെളിയങ്കോടെന്ന ദേശത്ത് ഒരു പുണ്യവലിയുള്ള ഉറങ്ങുന്നു, അവരോട് പേര് ഉമർ ഖാളി. പരിശുദ്ധ റൗലയോടടുത്ത് ചെന്ന്, പരിശുദ്ധ റൗലയോടടുത്ത് ചെന്ന് അല്ലാന്റെ നബിയുടെ മദ്ഹം ചൊന്ന്, അല്ലാന്റെ നബിയുടെ മദ്ഹം ചൊന്ന്. താഴിട്ട് പൂട്ടിയ റൗലയെന്ന് തുറപ്പിച്ച ശൈഖ് ഉമർ ഖാളി. പരിശുദ്ധ റൗലയോടടുത്ത് ചെന്ന്, പരിശുദ്ധ റൗലയോടടുത്ത് ചെന്ന് അല്ലാന്റെ നബിയുടെ മദ്ഹം ചൊന്ന്. താഴിട്ട് പൂട്ടിയ റൗലയെന്ന് തുറപ്പിച്ച ശൈഖ് ഉമർ ഖാളി. അറബി കടലിന്റെ തീരത്ത് വെളിയങ്കോടെന്ന ദേശത്ത് ഒരു പുണ്യവലിയുള്ള ഉറങ്ങുന്നു, അവരോട് പേര് ഉമർ ഖാളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് അത് നേർച്ച വന്നതാണ്, നമ്മളെ റാത്തീബിന് നേർച്ച വന്നതുകൊണ്ട് നമുക്ക് ഏലം വിളിക്കാത്ത വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വിളിക്കും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ, വേഗം വിളിച്ചാൽ നമുക്ക് ദ്വാരക്കാം. ബിസ്മില്ലാ. 300 313 313 1 കെറിമാക്ക സ്റ്റേജ് വരും 500 ആരാ 500 786 മാഷാ അല്ലാഹ്. ഈ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. 786 1 2 786 3 നമ്മളെ കാക്ക ഇത് കുറേ ഉണ്ട്. ഇതെല്ലാം ഒന്നിച്ചു വിളിക്കുന്ന 6 പീസ് റുമ്മാമ്പഴയുണ്ട്. വിളിക്ക് 300 മതിയാവില്ല. 500 500 786 ബിസ്മിന്റെ എണ്ണം 1000 മാഷാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. 1000 1 1001 1100 മാഷാ അല്ലാഹ്. നീ ബർക്കത്തോട് 1200 1200 1300 മാഷാ അല്ലാഹ്. നീ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. 1500 വേം വിളിക്കും മാഷാ അല്ലാഹ്. 1500 1500 1 1600 1700 നല്ല മാഷാ അല്ലാഹ്. 1700 1700 1 1800 1900 1900 2000 അൽഹംദുലില്ലാഹ്. അസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂരി മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂരി മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2 അത് ബുക്കിംഗ് ആണ്.
ബോക്സ് ഇൻഷാ അല്ലാഹ് 2000 1 2 2100 2100 2200 2313 മാഷാ അല്ലാഹ്. തങ്ങളെ എൻ്റെ ചെറിയ കുഞ്ഞ് രണ്ട് കുഞ്ഞ് അതാഉല്ലാഹ് മുഈൻ 2500 അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 2500 1 ഉണ്ടോ 2600 അല്ലേ 2600 2786 3000 അൽഹംദുലില്ലാ 3000 മാഷാ അല്ലാഹ് മാഷാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3000 1 2 3000 ഉണ്ടോ 3100 മാഷാ അല്ലാഹ്. ഇത് വലിയ ബറക്കത്ത് ഭയങ്കര 3100 3200 3000 3313 अर्ज़ हुए इज़हार मदीने वाले का नूरानी दरबार मदीने वाले का 3313 1 3500 മാഷാ അല്ലാഹ് 3500 തവസ്സൽനാ ബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله 3500 1 2 2.5 3500 മാഷാ അല്ലാഹ്. നമ്മുടെ റിയാസ് വേണ്ട ഹസനാക്കന്റെ മോൻ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഇതിനെ ഭക്ഷിക്കുന്ന ആൾക്കെല്ലാം മാഷാ അല്ലാഹ്. ഈ റുമ്മാൻ പഴം അവരുടെ മോള് കുറെ ഓപ്പറേഷൻ ആയിട്ടുണ്ട് തങ്ങളപ്പ. അപ്പൊ ഇത് തങ്ങളപ്പന്റെ കൈ കൊണ്ട് തന്നെ കൊടുത്താൽ അത് തിന്നാൽ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായ ഷിഫാ കൊടുത്ത് ചെയ്തവരുടെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആളുകൾ പേര് ഇൻഷാ അല്ലാഹ് 3500 എന്നുണ്ട്. പേരക്കല്ലേ പേരക്ക 313 2313 മാഷാ അല്ലാഹ് 2313 മാഷാ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാൻ. ഇതുവരെ വിളിച്ചെടുത്ത് ആരെല്ലാം ഉണ്ടോ എല്ലാ കാര്യത്തിലും അതിൽ നീ വലിയ ഷിഫ ഇട്ട് കൊടുക്കണേ റഹ്മാൻ. 2313 1 2 2313 ഇത് ഷുഗർക്കല്ല നല്ലതാണ് അല്ലേ അല്ലേ 2313 2.5 3 ആരാണ് നമ്മളവിടെ പഠിക്കുന്ന ചെറുപ്പക്കാരെല്ലാം മാഷാ അല്ലാഹ്. നീ ബർക്കത്ത് കൊടുക്കേ അൽഹംദുലില്ലാ. ബിസ്മില്ലാ. എത്ര 786 അൽഹംദുലില്ലാ 786 1000 അൽഹംദുലില്ലാ 1000 1100 1100 ബാക്കിലുണ്ടാരെങ്കിലും 1100 1 1100 2 നിങ്ങൾക്ക് കിട്ടിയിട്ടല്ലോ കുറെ വിളിച്ചല്ലോ 1100 1200 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله 1200 1200 1 1200 1 വരെ 1500 മാഷാ അല്ലാഹ് 1500 ആരാണ് വിളിച്ച അറഫാത്ത് സൗദിക്ക് പോയിട്ടുണ്ട്. അള്ളാഹു നല്ല ഡ്യൂട്ടി പ്രദാനം ചെയ്യട്ടെ. നല്ല ഇസ്സത്തുള്ള അഭിമാനമുള്ള ജീവിതം അള്ളാഹു കൊടുക്കട്ടെ. 1500 1 2
2.5 3 ഇവിടെ അർഫത്ത് 1500. വിളിച്ചവർ തേനെടുത്ത് പോയവർ കുറേ നാളുകൾ ആക്കാതെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് കൊടുത്ത് ശേഖരിക്കുക. കുറേ ലക്ഷക്കണക്കിൽ ചെലവുണ്ട്. അതിനെല്ലാം ഇതായിട്ടാവണം ഇൻഷാ അല്ലാഹ്. ബിത്തീഖ് ബിസ്മില്ലാ ബിസ്മില്ലാ വിളിക്ക്. അറിയില്ലേ? 313 500 500 500 1 500. ബാക്കിൽ ആരെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ട് അല്ലെ? പറഞ്ഞേക്കാം. 500 1 786. ആര്? അസീസ് അല്ലെ? ഗൾഫ് രാജ്യത്തിൽ ജോലി ചെയ്യുന്നു. പെങ്ങൾക്കല്ല ഇതിൻ്റെ ഇടക്ക് കല്യാണം കഴിഞ്ഞ് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അവനക്ക് നല്ലൊരു പെണ്ണ് അള്ളാഹു കൊടുക്കട്ടെ. 500 എത്ര? 786. 1 786 2 786 3. അസീസ് രണ്ടേ ഉള്ളൂ. ബിസ്മില്ലാ. ഇനി ഒന്നേ ബാക്കിയുള്ളത്. ഇത് വിളിക്ക് ഇൻഷാ അല്ലാഹ്. എത്ര? 313 وبحمزة الكراري عم المصطفى أسد الإله وسيدي الشهداء. 1000 അല്ലേ? 1000 1100 1200 ഇയാൾ കുറെ എല്ലാത്തിനും വിളിച്ചിരിക്കണം. 1200 1 2 3. അപ്പൊ അവർക്കൊന്നും കൊണ്ടും പാടില്ല. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് 313 ഉണ്ടോ? ആരെങ്കിലും 500. ആരത്? 500. പിന്നെ 500 ഉണ്ടോ? 500 ലാസ്റ്റ് ആണ്. ഇനി ബാക്കിയുള്ളതില്ല. 1000 അൽഹംദുലില്ലാ. 1000. പിന്നെ ആരെങ്കിലും ഉണ്ടോ? 1000 1100 മാഷാ അല്ലാഹ്. 1100 1 1200 1200 1 1200 2 1300 മാഷാ അല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. 1300 1 2 1300 2.5 3. മൂന്നായി. ആര്? അല്ലാതെ സാബിത്താ. അവെല്ലാം കഴിഞ്ഞ് തേന് വേണ്ടവരെല്ലാം വാങ്ങില്ലേ അല്ലേ? എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തേന് പൈസ കൊടുത്തവർ അൽഹംദുലില്ലാഹി, കൊടുക്കാത്തവർ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും അവര് വിളിക്കാൻ നിങ്ങൾ സാധ്യത ഉണ്ടാക്കാതെ നിങ്ങൾ തന്നെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ എല്ലാവർക്കും ഉണ്ടല്ലോ, പെട്ടെന്ന് സെൻഡ് ചെയ്ത് ശേഖരിക്കുക. കാരണം കുറേ ചെലവുകൾ ഇന്ന് രാത്രി തന്നെ ഇപ്പം എല്ലാം പേയ്മെന്റ് ആക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പക്ക് ഒരു ഈ നാടിന്റെ SYSന്റെ ഭാഗമായി ഒരു സന്മാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജമാഅത്തിന്റെ പ്രസിഡന്റ് അംസാക്ക, അതുപോലെ ജമാഅത്ത് സെക്രട്ടറി അബ്ദുറഹ്മാൻ, ഇവരെല്ലാം സദസ്സിൽ വന്ന് സഹകരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതേപോലെ മോണാക്ക കട്ടിട സമിതിന്റെ അധ്യക്ഷരും കൂടിയായ മോണാക്കയും ഇവരെല്ലാം വന്ന് ബഹുമാനപ്പെട്ട സീതവറുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അധ്യക്ഷർ ഹംസാക്ക പ്രത്യേകം വന്ന് ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പനെ എന്താക്കണം, നമ്മൾ സ്വാഗതം ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. അതിനെല്ലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുന്ന പൊരുത്തപ്പെടുന്ന നല്ല സ്വാലിഹീങ്ങളായ അമാലുകളിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. വരി
ഹംസാക്ക, അതേപോലെ അബ്ദുറഹ്മാൻ മോണാക്ക, പിന്നെ ജമാഅത്ത് അധ്യക്ഷരും സുലൈമാനാക്ക, അങ്ങനെ ജമാഅത്തുകാർ വന്ന് നമ്മളെ തങ്ങളുപ്പാപ്പനെ സ്വാഗതം ചെയ്യുക. കട്ടട സമിതി അധ്യക്ഷരും എല്ലാവരും കൂടി ജമാഅത്തിന്റെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷമുള്ള ജീവിതം ചെയ്തവർക്ക് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. തങ്ങൾ എന്തെല്ലാം മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ ನಮ್ಮ ಜಮಾತಿನ ಪ್ರಧಾನ ಖತೀಬರಾದಂಥ ಮಸೂದ್ ಅಹಸನಿ ಅವರಿಗೂ ಕೂಡ ಗೌರವಯುತವಾಗಿ ಶಾಲು ಹೊದಿಸಿ ಗೌರವ ಸ್ಮರಣಿಕೆಯನ್ನ ಜಮಾತ್ ಅಧ್ಯಕ್ಷರು, ಕಟ್ಟಡ ಸಮಿತಿ ಅಧ್ಯಕ್ಷರು, ಜಮಾತ್ ಉಪಾಧ್ಯಕ್ಷರು ಎಲ್ಲರೂ ಸೇರಿ ಅವರನ್ನು ಸನ್ಮಾನಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೀವಿ. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ಅದೇ ರೀತಿ ನಮ್ಮ ಇವತ್ತಿನ ಆಧ್ಯಾತ್ಮಿಕ ದಫುರಾತಿಬಿಗೆ ಕಾರಣೀಭೂತರಾದಂತಹ ನಮ್ಮ ನಿಮ್ಮೆಲ್ಲರ ಆತ್ಮೀಯ ದಫ್ ಉಸ್ತಾದರಾದಂತಹ PP ಬಶೀರ್ ಉಸ್ತಾದ್ ಮಜೂರ್ ಅವರಿಗೂ ಕೂಡ ಶಾಲು ಹೊದಿಸಿ ಗೌರವ ಸ್ಮರಣಿಕೆಯನ್ನ ನೀಡಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. നമ്മളെ എല്ലാ കാര്യങ്ങളും ദഫിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളെ കരീമാക്കുക ഈ സംഘടന ഒരു സന്മാന വെച്ചിറാറ്. ഇൻഷാ അല്ലാഹ് ജമാഅത്ത് കമ്മിറ്റി കൂടിയിട്ട് അതൊന്ന് സഹകാരാക്കി അവരെ സന്മാന ആക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇത്ര ബേസായിട്ട് പോലും എല്ലാ മുട്ടുമുട്ടവും കരിമാക തെച്ചത് വലിയ വിഷയമായിട്ട് കിടക്കും. അതിലൊരു തൗഫീഖായിട്ട് കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ പള്ളിയുടെ സദറുസ്താദ് അവറുകൾ ഇൻഷാ അല്ലാഹ് സദറുസ്താദിനെ ആദരിക്കുന്നു. സദറുസ്താദ് ആദരവോടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി മാഷാ അല്ലാഹ് ഞങ്ങളെ ദഫ്രാത്തീബിൽ ഉണ്ടായിട്ട് നമ്മളെ സുലൈമാനാക്കൻ അവരെ ആദരിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അയാൾ ഗൾഫ് രാജ്യത്ത് നിന്ന് വന്ന് തങ്ങളപ്പ അയാൾ 3.5 വർഷം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഓതി പഠിച്ച് തീർത്ത ആളാണ്. മാഷാ അല്ലാഹ് തങ്ങളാന്റെ കൈ കൊണ്ട്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അതേപോലെ സവാദ് കർണാടക രാജ്യത്തേക്ക് തന്നെ സെലക്റ്റായ നമ്മുടെ മദ്രസന്റെ പഠിക്കുന്ന വിദ്യാർത്ഥി മുഹമ്മദ് സവാദ് ആദരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പിന്നെ ക്യാഷ് അവാർഡ് ഉണ്ട്. പിന്നെ
അത് ഗസ്റ്റുമാർക്കുള്ള അതിൽ ഗസ്റ്റുമാരിൽ പോയല്ലേ ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹംസാക്ക, നമ്മുടെ ജമാഅത്തിന്റെ കട്ടട സമിതി പ്രസിഡന്റ് മോണാക്ക, അവരെയും ആദരിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. അതേപോലെ നമ്മളെ ബൈന്ദൂർ SSFന്റെ ബൈന്ദൂർ ഡിവിഷന്റെ പ്രസിഡന്റ് കൂടിയായ സിറാജുദ്ദീൻ, അവരെയും SOS ആദരിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. വേമ്പേ ഇൻഷാ അല്ലാഹ് നമ്മളെ സിറാജ് ഇവിടെ നമ്മളെ ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ അബ്ദുറഹ്മാൻ, അവരെ തങ്ങൾ പാപ്പ ആദരിക്കുന്നു, അവരെയും ആദരവോടെ ക്ഷണിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇല്ലേ അതിന്റെ ഇങ്ങനെ വാങ്ങിയപ്പോ അതോടെ ഉണ്ടല്ലോ. മോണൊക്കെ ഉണ്ടല്ലേ, ബാപ്പുണ്ട്. നമ്മുടെ നാട്ടിന്റെ SSF യൂണിറ്റിന്റെ പ്രസിഡന്റ് മുഹമ്മദ് സാഹിൽ, അവരെയും അവർക്കും ഒരു കാണിക മെമ്മണ്ട കൊടുത്ത് ആദരിക്കുന്നു ഇൻഷാ അല്ലാഹ്. സാഹിലില്ലേ, ഫാറൂഖ് വന്നിട്ട് വാങ്ങിയിട്ട് സാഹിൽ കൊടുത്താൽ മതി. എന്നാ സാഹിൽ SBS നമ്മളെ കുട്ടികളുടെ SBS പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബ്, ആദരവോടെ ക്ഷണിക്കുന്നു, മെമ്മണ്ടോ കൊടുത്ത് തങ്ങൾ പാപ ആദരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. SMA അല്ലെ, SMന്റെ നമ്മളെ ഉടുപ്പി ജില്ലയുടെ പ്രസിഡന്റ് നമ്മളെ കോട്ട ഹുസൈനാക്ക ഉണ്ട്, സദസ്സിലുണ്ട ആരെങ്കിലും, അവിടുത്തെ കോട്ടത്ത് ആരെങ്കിലും ഉണ്ടോ പ്രവർത്തകർ? അപ്പൊ ഇത് അവർക്ക് എത്തിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ കോടി അഷ്ഫാഖ്, നമ്മളെ SOSന്റെ സോൺ പ്രസിഡന്റ് ഇല്ല, അവരും നേരത്തെ വന്ന് പോയതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ കുന്താപ്പുറ സോൺ ജനറൽ സെക്രട്ടറി ഹാരിസ് ഹെമ്മാടി, അവരെയും SOS ഹെമ്മാടി യൂണിറ്റ് മെമ്മണ്ട കൊടുത്ത് ആദരിക്കുന്നു. ഹാരിസ് എവിടെ ഇല്ലേ? ഹാരിസിന്റെ മോനുണ്ടല്ലോ, ഹമീദില്ലേ, ഉണ്ടാ മുഹമ്മദ് ഹാരിസ്. നെക്സ്റ്റ് ഹാരിസ് വന്നു ഇൻഷാ അല്ലാഹ്. അതേപോലെ നമ്മളെ നാവുന്ത SMA റീജിയണലിന്റെ പ്രസിഡന്റ് അയ്യൂബ് മാണിക്കോൾ, അവരെയും മെമ്മണ്ട് കൊടുത്ത് സ്വാഗതം ചെയ്യുന്നു. അയാളും ഇല്ലല്ലേ, അയാൾ മൂത്തോനുണ്ട്, നമ്മളെ കാക്ക വന്നിട്ട് ഇതൊന്ന് എടുത്താൽ റാത്തായി. കാക്ക വരി. ആയില്ല കഴിഞ്ഞ ഇൻഷാ അല്ലാഹ് ദുആക്ക് SOSന്റെ നമ്മുടെ ഈ മജ്ലിസ് ഇതിനെല്ലാം ഉഷാറാക്കി എല്ലാ നിലക്കും ഓടി നടന്ന ഈ യൂണിറ്റിന്റെ SOS പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ്, അവരെയും SOS മെമ്മണ്ട കൊടുത്ത് ആദരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇല്ലേ നമ്മുടെ മാഷാ നമ്മുടെ തൊട്ടടുത്ത മഹല്ല് ജൻസാലയുടെ ഖതീബ് ഉസ്താദും സദർ ഉസ്താദ് അവരുടെ നമ്മുടെ സദസ്സിൽ വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അവിടുത്തെ ഖതീബ് ഉസ്താദാകുന്ന അബ്ദുൽ മജീദ് ജൗഹരി ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു ഇൻഷാ അല്ലാഹ്. അതേപോലെ അവിടുത്തെ സദർ ഉസ്താദ് മുഹമ്മദ് ഷാക്കിർ മിസ്ബാഹി ഉസ്താദ് അവരെയും മെമ്മണ്ട കൊടുത്ത് ആദരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഷാക്കിർ ഉസ്താദ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പന്റെ കൂടെ വന്ന 3 മുതഅല്ലിമീങ്ങൾക്കും ഇവിടെ മെമ്മണ്ട കൊടുത്ത് ആദരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. 3 മുതഅല്ലിങ്ങളും ഇൻഷാ അല്ലാഹ് വന്ന് അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ ആദരവും നാളെ അള്ളാഹു സ്വീകരിക്കുന്ന ആദരവുകളിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
ഇൻഷാ അള്ളാ ഇനി തങ്ങളുപ്പാപ്പൻ്റെ ദുആയാണ്. എല്ലാവരും ദുആ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നതാണ്. ഇൻഷാ അള്ളാ തങ്ങളുടെ ദുആ എല്ലാവരും ആമീൻ ചൊല്ലി ഇൻഷാ അള്ളാ നമുക്ക് സ്വലാത്തിൽ പിരിയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. കൈ മുസാഫഹത്തുണ്ട്. ലാസ്റ്റ് إلى حضرة حبيبنا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء كلهم أجمعين، لا سيما إلى حضرة غوث العظم شيخ عبد القادر الجيلاني قدس الله سره، وإلى حضرة سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളിതുവരെ ചൊല്ലിയതും പറഞ്ഞതും പാടിയതുമൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മളെ മുഴുവനും നാളെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജിവാറിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷത്തിലാക്കി തരട്ടെ. കുറഞ്ഞ സമയം നമ്മൾ ദ്വാരക്കുള്ളൂ. നമ്മൾ നാമിയും പറയണം, ഉറക്കനെ പറയണം. നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നാൽ കുറേ ഇരുത്തി ദ്വാ ചെയ്യൂല. അല്ലാഹു നമ്മളെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ കൂടിയിരുന്ന് ദ്വാ ചെയ്യുമ്പോൾ അതിൽ മദതുണ്ടാകും. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് പൊരുത്തപ്പെട്ട മജ്‌ലിസുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മജ്‌ലിസിന് വേണ്ടി സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ അവരൊക്കെ ഇരു ലോകത്ത് നീ സഹായിക്കണമല്ലോ. ഞങ്ങളിൽ ഒരാളെയും നീ ഖായിബാക്കല്ല അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. റഹ്മാനായ ഗഫാറായ ഖാലിഖായ റാസിഖായ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണമല്ലാ. ഞങ്ങളെ തെറ്റുകളും കുറ്റങ്ങളും നീ അഫ്വ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഇത്ര സമയം ഞങ്ങളിവിടെ ചെലവഴിച്ചത് മഹാനരാകുന്ന ഗൗസുൽ ആദം ശൈഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് വേണ്ടിയാണ്. അവിടുത്തെ മജ്‌ലിസിലാണ്. ഞങ്ങളെ കബൂലാക്കണമല്ലാ. അവിടുത്തെ നോട്ട് ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ തെറ്റുകൾ കുറ്റങ്ങൾ നീ അഫ്വ ചെയ്യണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കുറ്റങ്ങളും നീ പൊരുത്തപ്പെടണം അല്ലാ. ഞങ്ങളെ ഖൽബ് വൃത്തിയാക്കി തരണം റഹ്മാനെ. ഉമ്മവറ്റ മക്കളെ പോലെ ശുദ്ധീകരിച്ചു തരണം അല്ലാ. അല്ലാഹുവേ, മജ്‌ലിസിൽ പങ്കെടുത്ത സഹോദരിമാര് സഹോദരന്മാർ, അല്ലാഹുവേ, ഒരാളെയും നീ ഖായിബാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധ അമലിന് വേണ്ടി സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇതിനു വേണ്ടി സഹായിച്ചവർ പ്രവർത്തിച്ചവർ, അല്ലാഹ് ഒരാളെയും നീ ഖായിബാക്കല്ല അല്ലാഹ്. എല്ലാവർക്കും ഖൈർ നൽകണം അല്ലാഹ്. ബറക്കത്ത് നൽകണം അല്ലാഹ്. ഇസ്സത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, പലരും രോഗികളാണ്. ശിഫാ
നൽകണം അല്ലാ. മാറാത്ത രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല അല്ലാ. ക്യാൻസർ നൽകല്ല അല്ലാ. അറ്റാക്ക് നൽകല്ല അല്ലാ. ബ്രെയിൻ ട്യൂമർ നൽകല്ല അല്ലാ. നിത്യമായി മരുന്ന് കുടിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, ഖൈറായ ഇണകളെ നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് പലരും മക്കളായിട്ടില്ല എന്നുള്ള വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണം അല്ലാ. ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാ. ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിലേക്ക് സാമ്പത്തികമായി സഹായിച്ച മുഅ്മിനീങ്ങൾ അവരെ കുടുംബങ്ങളിൽ നിന്ന് ആരൊക്കെ വിട പറഞ്ഞിട്ടുണ്ടോ അവരെ ഖബറുകളിലേക്ക് ഈ മജ്ലിസിൻ്റെ സവാബിനെ എത്തിക്കണം റഹ്മാനെ. അവരെ ഖബറൊക്കെ പ്രകാശിപ്പിച്ചു കൊടുക്കണം അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും ഞങ്ങളോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരെ ഖബറൊക്കെ നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ. പ്രകാശിപ്പിക്കണം അല്ലാ. വിശാലമാക്കി കൊടുക്കണം അല്ലാ. സ്വർഗീയ കവാടങ്ങൾ തുറക്കണം റഹ്മാനെ. ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാ. അല്ലാഹുവേ, സഹോദരിമാരും ഉമ്മമാരെ ഏറ്റെടുക്കണം അല്ലാ. അല്ലാഹുവേ, ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണം റഹ്മാനെ. വിഷമങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകണം അല്ലാ. രോഗികൾക്ക് ശിഫാ നൽകണം അല്ലാ. അല്ലാഹുവേ, അവസാനം സാധുക്കളായി ഞങ്ങൾ മരിക്കുമ്പോൾ ഖൽബിലെങ്കിൽ ഈമാനോട് മരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ ഖൽബ് ശുദ്ധീകരിച്ചു തരണമല്ലോ. ഞങ്ങളെ ഖബർ സന്തോഷത്തിലാക്കണമല്ലോ. മഹ്ശറയിൽ വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അറസിന്റെ തണൽ കൊള്ള ചേർക്കണം അല്ലാ. ഹബീബരായ റസൂലുള്ളാഹി, ഹബീബരായ റസൂലുള്ളാഹി, ഹബീബരായ റസൂലുള്ളാഹി, അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാ. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാൻ. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാ. നരകം ഹറാമായ വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ, എല്ലാറ്റിനും ഉപരി പരിശുദ്ധരായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈക്കും യാ ജദീ യാ ഹബീബി യാ റസൂലല്ലാഹ്. അവിടുത്തെ ജിവാറിൽ സാധുക്കളായി ഞങ്ങളെ നീ ഒരുമിപ്പിക്കണം അല്ലാ. അതിന് പറ്റിയ ജീവിതം നൽകണം റഹ്മാനെ. പറ്റാത്ത എല്ലാ സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം അല്ലാ. അവസാനം നിന്റെ ലിഖാ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഈ മജ്ലിസ് അതിനൊരു കാരണമാക്കി തരണമല്ല. ഈ മജ്ലിസ് അതിനൊരു സബബാക്കി തരണമല്ല. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരാളെയും നീ ഖായിബാക്കല്ല അല്ലാ. ഞങ്ങളെ ഫലസ്തീനിലെ മക്കൾക്ക് ഫതഹ് നൽകണമല്ല. വിജയം നൽകണമല്ല. ആ മക്കൾക്ക് മോചനം നൽകണമല്ല. അവിടുത്തെ ദുഷ്ടശക്തികളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണമല്ലോ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تمكن الأعداء فينا ولا تسلطهم علينا بذنوبنا. അല്ലാഹുവേ, ഞങ്ങൾ ഒരാളെയും നീ ഖായിബാക്കല്ല അല്ലാഹ്. بحق جدنا رسول الله وبحق أهل بيت رسول الله وبحق أصحاب رسول الله സ്വല്ലല്ലാഹു അലൈക്കും യാ ജദീ യാ ഹബീബി യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ കൊടുത്ത ഭക്ഷണം അത് നീ മരുന്നാക്കി തരണം റഹ്മാനെ. അത് കഴിക്കുന്നവർക്കൊക്കെ ഞങ്ങളറിയാണ്ട് ഞങ്ങളുടെ ശരീരങ്ങളിലൊക്കെ വല്ല മാരകമായ അസുഖങ്ങളുണ്ടെങ്കിൽ അത് കഴിക്കലോടുകൂടെ എല്ലാ അസുഖങ്ങൾക്കും ശിഫാ നൽകണമല്ലാ. എല്ലാ അണുക്കളെയും നീ നശിപ്പിച്ചു കളയണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാഹ്. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് അന്നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാനെ. ഇതിലേറെ സന്തോഷത്തെ നാളെ സ്വർഗീയ ലോകത്തെ ഞങ്ങൾ ഒരുമിപ്പിക്കണമല്ല. ഈ നാട്ടിൽ ബറക്കത്ത് നൽകണമല്ല, ഇസ്സത്തിലാക്കണമല്ല. ഇവിടുത്തെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ നാട് ബറക്കത്തുള്ള നാടാക്കി തരണമല്ലോ. ബിറഹ്മതിക യാ അർഹമർ റഹീം. എല്ലാവരും കൈ മുസാഫത്ത് ചെയ്ത് അങ്ങോട്ട് പോവാ. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്,
من كل ذنب تبنا إلى الله أستغفر الله أستغفر الله من كل ذنب തുബ്നാ ഇലല്ലാഹ് ദോഷികളാണ് പാവികളാണ് ദോഷങ്ങളേറെ വന്നവരാണ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് ദോഷികളാണ് പാവികളാണ് ദോഷങ്ങളേറെ വന്നവരാണ് അസ്തഗ്ഫിറുല്ലാഹ് ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് ദോഷികളാണ് പാവികളാണ് ദോഷങ്ങളേറെ വന്നവരാണ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ധന്യവാദ അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ് ഞങ്ങളോ ഈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ നല്ല ലൈവ് ಕಾರ್ಯಕ್ರಮ ಆಗಿದ್ದು ഞങ്ങളോ സിൽസില മീഡിയ അതുപോലെ നല്ല മൈക്ക് സെറ്റും ഈ കാണ്ടങ്ങനത്തതായ എല്ലാ ഡെക്കറേഷനും ബദറിയ സൗണ്ട് ഉച്ചില നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഇത്ര നല്ല